അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 തജ്വീദുൽ ഖുർആൻ 2022 നടന്ന പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 2023 മുഴുവൻ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങളൊന്ന് നോക്കാം. ഇതിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. ശരി ഉത്തരത്തിന്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷന്റെ നേരെയുള്ള ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. 1. റാഇനെ തർക്കീക് ചെയ്യുന്നതിന് ഉദാഹരണം. ഓപ്ഷൻസ് നോക്കൂ. യഗ്റുജൂൻ, യഗ്രിഫൂൻ, യദ്റഊൻ. ശരി ഉത്തരം യഗ്രിഫൂൻ. റാഇന് കിസർ ഉള്ളപ്പോഴാണ് നമ്മൾ റാഇനെ തർക്കീക് ചെയ്യുന്നത്. ഫതഹ് ലൊമ്മല്ല ഉള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? റാഇനെ തഫ്ഹീമാണ് ചെയ്യുക. അപ്പൊ ശരി ഉത്തരം രണ്ടാമത്തെ ഓപ്ഷനാണ്. 2. ഹാ ഉൽ അമീറിനെ നീട്ടി ഓതിയതിന് ഉദാഹരണം. ഓപ്ഷൻസ് വ അംറുഹു ഇലല്ലാ, ലഹുൽ മുൽക്ക്, വ ഇലൈഹി തുർജഊൻ. ഇവിടെ നമ്മൾ എവിടെയാണ് നീട്ടി ഓതിയത്? ഒന്നാമത്തെ ഓപ്ഷനാണ്, വ അംറുഹു ഇലല്ലാ. 3. ശംസിയായ അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഓപ്ഷൻസ് നോക്കൂ. ജീമ് ഹാ, ഫ കാഫ്, താ സാ. ഇതില് 2 ഓപ്ഷനുകളും നമ്മൾ കമരിയായ അക്ഷരങ്ങളിൽ പെട്ടതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, താ സാ, അതാണ് ശംസിയായ അക്ഷരങ്ങളിൽ പെട്ടത്. അപ്പൊ അതിൽ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. 4. പരിശുദ്ധ ഖുർആനിലെ എഴുത്തുരീതി, അതായത് റസ്മുൽ ഉസ്മാനി. ഇവിടെ നമുക്ക് റസ്മുൽ ഉസ്മാനിയുടെ ഉദാഹരണം ഏതാണോ അതിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. യംഹുല്ല ഇവിടെ പല രൂപത്തിലും എഴുതിയിട്ടുണ്ട്. അതില് റസ്മുൽ ഉസ്മാനി നമ്മുടെ ഖുർആനിൽ കാണുന്ന എഴുത്തുരീതി എന്ന് പറയുന്നത് യംഹുല്ല, രണ്ടാമത്തെ ഓപ്ഷനാണ്. അപ്പൊ അതിൽ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. 5. മഹ്റജിലും സിഫത്തിലും ഒരേ ഇനത്തിൽപ്പെട്ട ഒരക്ഷരത്തെ മറ്റൊന്നിൽ ഇദ്ഗാം ചെയ്തു. അതിനുള്ള ഉദാഹരണമാണ് നമ്മൾ ഇവിടുന്ന് അടയാളപ്പെടുത്തേണ്ടത്. ഓപ്ഷൻസ് നോക്കൂ. ഇർകം മാന, ഇദ്ഹബ് ബി കിതാബി, ഫസ്ഫഹ് അൻഹും. ശരി ഉത്തരം ഇദ്ഹബ് ബി കിതാബി. 6. റുഹാഅൻ എന്നതിൽ നീട്ടാൻ ഉപയോഗിച്ച അലിഫിനെ. ഓപ്ഷൻസ് നോക്കൂ. മനിക്കണം, തർക്കീക് ചെയ്യണം, തഫ്ഹീം ചെയ്യണം. ശരി ഉത്തരം തഫ്ഹീം ചെയ്യണം. ഇനി നോക്കൂ രണ്ടാമത്തെ പ്രവർത്തനം. ചേരുംപടി ചേർക്കുക. 1. ഒരക്ഷരത്തെ ഒഴിവാക്കി. 2. ഒരക്ഷരത്തെ കൂടുതലാക്കി. 3. പകരം മറ്റൊരക്ഷരം എഴുതി. 4. പിരിച്ചെഴുതേണ്ടത് ചേർത്തി എഴുതി. 5. ചേർത്തെഴുതേണ്ടത് പിരിച്ചെഴുതി. ഇപ്പുറത്ത് നോക്കൂ. എ സക്കാത്ത്, ബി ഇൽയാസീൻ, സി ലികൈല, ഡി യാനൂഹ്, ഇ ല അദ്ബഹന്ന. കൂട്ടുകാർക്ക് ഇതൊന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ റസ്മുൽ ഉസ്മാനിയിലെ 6 നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലൊരു 5 നിയമങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് യോജിച്ച ഉദാഹരണങ്ങളും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഉദാഹരണത്തിന്റെ നേരെയുള്ള ലെറ്ററാണ് നമ്മളിവിടെ എഴുതേണ്ടത്. നോക്കൂ. 1. ഒരക്ഷരത്തെ ഒഴിവാക്കി. അതിന് ശരിയായത് ഡി, യാനൂഹ് എന്നുള്ളത്. 2. ഒരക്ഷരത്തെ കൂടുതലാക്കി. അതിന് ശരിയായത് ഇ, ല അദ്ബഹന്ന. 3. പകരം മറ്റൊരക്ഷരം എഴുതി. അതിന് ശരിയായത് എ, സക്കാത്ത്. 4. പിരിച്ചെഴുതേണ്ടത് ചേർത്തി എഴുതി. സി, ലികൈല. 5. ചേർത്തെഴുതേണ്ടത് പിരിച്ചെഴുതി. അതിന് ശരിയായത് നോക്കൂ. ബി ഇൽയാസീൻ, DEACB. ഇനി നോക്കൂ മൂന്നാമത്തെ പ്രവർത്തനം. വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. ജമുൽ ഖുർആൻ നടന്നത് ഹിജ്റ ഡേഷ് വർഷത്തിലാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 12. ജമുൽ ഖുർആൻ നടന്നത് ഹിജ്റ 12 വർഷത്തിലാണ്. 2. കസറുള്ള എല്ലാ റാഇനെയും ഡേഷ് ചെയ്ത് ഉച്ചരിക്കണം. അവിടെ പൂരിപ്പിക്കേണ്ടത് തർക്കീക്. കസറുള്ള എല്ലാ റാഇനെയും തർക്കീക് ചെയ്ത് ഉച്ചരിക്കണം. 3. വശംസ് എന്നതിൽ ഡേഷ് എന്നീ 2 അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പാടില്ല. നമ്മളിവിടെ ഏത് അക്ഷരങ്ങളാണ് ഉച്ചരിക്കാഞ്ഞത്? വാവിന് ശേഷമുള്ള അലിഫ് ലാമ് നമ്മളവിടെ ഉച്ചരിച്ചിട്ടില്ല. അപ്പൊ അവിടെ പൂരിപ്പിക്കേണ്ടത് എന്താണ്? അലിഫ് ലാമ്. വശംസ് എന്നതിൽ അലിഫ് ലാമ് എന്നീ 2 അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പാടില്ല. 4. തഗ്റുജ് എന്നതിൽ ഐനും ഡേഷും കമരിയായ ഹർഫുകളാണ്. ഏതൊക്കെയാണ് കമരിയായ ഹർഫുകള്? താ, റാ, അത് രണ്ടും ശംസിയായതാണ്. അപ്പോ ജീമാണ് നമ്മളവിടെ പൂരിപ്പിക്കേണ്ടത്. തഗ്റുജ് എന്നതിൽ ഐനും ജീമും കമരിയായ ഹർഫുകളാണ്. 5.
സാക്കിനായ റായിന് മുമ്പ് ഡേഷ് യാ വന്നാൽ റായിനെ തർക്കീക് ചെയ്യണം. അവിടെ പൂരിപ്പിക്കേണ്ടത് സുക്കൂനുള്ള. സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നാൽ റായിനെ തർക്കീക് ചെയ്യണം. 6. വലാ ഉശിരിക്കു ബിഹി അഹദ എന്നതിലെ ഹാഇനെ ഡേഷ് ഓതണം. അവിടെ പൂരിപ്പിക്കേണ്ടത് നീട്ടി. വലാ ഉശിരിക്കു ബിഹി അഹദ എന്നതിലെ ഹാഇനെ നീട്ടി ഓതണം. അവിടെ മദ് മുൻഫസിൽ കൂടെ വരുന്നുണ്ട്, അവിടെ ശ്രദ്ധിക്കണം. ഇനി 4ാമത്തെ പ്രവർത്തനം നോക്കൂ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1. റസ്മുൽ ഉസ്മാനിയിലെ പ്രധാന നിയമങ്ങൾ എത്ര? ഉത്തരം 6. 2. ഇല്ലലംതും എന്നതിൽ ഏത് അക്ഷരത്തെയാണ് ഇദ്ഗാം ചെയ്തത്? ഉത്തരം ലാ. 3. ഹാ ഉൽ അമീറിന് ശേഷം സുക്കൂനായാൽ ഹാഇനെ നീട്ടേണ്ടതുണ്ടോ? ഉത്തരം ഇല്ല. 4. ഖാല ജാഅ ഇതിൽ അലിഫിനെ തഫ്ഹീം ചെയ്ത ഉദാഹരണം. ഉത്തരം ഖാല. 5. ലുഹർ എന്നതിൽ ഖമരിയായ അക്ഷരം ഏത്? ഉത്തരം ഹാ. 6. റാഇനെ തർക്കീക് ആക്കുന്ന സ്ഥലങ്ങൾ എത്ര? ഉത്തരം 4. ഇനി നോക്കൂ 5ാമത്തെ പ്രവർത്തനം. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 1ാമത്തെ ചോദ്യം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫിന്റെ കോപ്പികൾ പകർത്തി വിതരണം ചെയ്യാനുണ്ടായ സാഹചര്യം എന്ത്? ഉത്തരം മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ഇസ്ലാം വിവിധ നാടുകളിൽ വ്യാപിക്കുകയും ചെയ്തത്. 2. ഇദ്ഗാം എന്നാൽ എന്ത്? ഉത്തരം സാക്കിനായ ഒരക്ഷരത്തെ ഹറക്കത്തുള്ള അക്ഷരത്തിൽ ഉൾപ്പെടുത്തി ശദ്ദ് ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതാണ് ഇദ്ഗാം. 3ാമത്തെ ചോദ്യം. ഹാ ഉൽ അമീറിനെ നീട്ടി ഓതേണ്ടത് എപ്പോൾ? ഉത്തരം ഹാ ഉൽ അമീറുകൾക്ക് മുമ്പും ശേഷവും ഹറക്കത്തുണ്ടെങ്കിൽ അവയെ നീട്ടി ഓതണം. 4ാമത്തെ ചോദ്യം. അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങൾ തഫ്ഹീം ചെയ്ത് ഓതണം എപ്പോൾ? ഉത്തരം തഫ്ഹീമിന്റെ ഹർഫുകളെ നീട്ടാനായി അലിഫ്, വാവ്, യാ എന്നിവ വരുമ്പോൾ അവയെ തഫ്ഹീം ചെയ്ത് ഓതണം. 5ാമത്തെ ചോദ്യം. ഖമരിയായ ഹർഫുകളുടെ പ്രത്യേകത എന്ത്? ഉത്തരം ഖമരിയായ അക്ഷരങ്ങൾക്ക് മുമ്പ് അൽ വന്നാൽ വ്യക്തമായി ഉച്ചരിക്കണം. 6ാമത്തെ ചോദ്യം. ശംസിയായ അക്ഷരങ്ങളിൽ 4 എണ്ണം എഴുതുക. ഉത്തരം താ, ദാല്, റാ, സീന്. 7. ഹിജ്ർ എന്നതിൽ റാഇനെ തർക്കീക് ചെയ്യണം. കാരണം എന്ത്? അതിന്റെ ഉത്തരം നോക്കൂ. സാക്കിനായ റാഇന് മുമ്പുള്ളത് സുക്കൂനായ അക്ഷരവും അതിനു മുമ്പുള്ളതിന് കസറും ആയതിനാൽ. കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. ജമുൽ ഖുർആൻ. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അതിന്റെ ഉത്തരം നോക്കൂ. അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസലാമിന്റെ സാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം എഴുതപ്പെട്ടതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖുർആൻ മനപ്പാടമുള്ള നിരവധി സ്വഹാബികൾ ഷഹീദായി. അപ്പോൾ ഖുർആൻ ഒരു മുസ്ഹഫിലായി ക്രോഡീകരിക്കപ്പെട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം ഹിജ്റ 12ാം വർഷത്തിലായിരുന്നു ഇത്. പിന്നീട് മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ഇസ്ലാം വിവിധ നാടുകളിൽ വ്യാപിക്കുകയും ചെയ്തപ്പോൾ ഹിജ്റ 25ാം വർഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഈ മുസ്ഹഫിന്റെ പല കോപ്പികൾ പകർത്തി വിവിധ നാടുകളിൽ വിതരണം ചെയ്തു. അപ്പൊ അത്രയാണ് നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. കുറിപ്പെഴുതുക. അതിലെ 2ാമത്തെ പ്രവർത്തനം നോക്കൂ. റസ്മുൽ ഉസ്മാനി. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അതിന്റെ ഉത്തരം നോക്കൂ. ഖുർആന്റെ ഭാഷ അറബിയിലാണെങ്കിലും സാധാരണ അറബി എഴുത്തിന്റെ പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ഖുർആൻ പല പദങ്ങളുടെയും എഴുത്ത്. ഈ എഴുത്ത് രീതിയാണ് റസ്മുൽ ഉസ്മാനി. റസ്മുൽ ഉസ്മാനിക്ക് വിരുദ്ധമായി ഖുർആൻ എഴുതാൻ പാടില്ല. റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായും 6 നിയമങ്ങളാണുള്ളത്. 1. അൽ ഹസ്ഫ്, അക്ഷരങ്ങൾ ഒഴിവാക്കൽ. ചില പദങ്ങളിൽ നിന്ന് ചില അക്ഷരങ്ങൾ ഒഴിവാക്കിയാണ് ഖുർആനിൽ എഴുതിയിട്ടുള്ളത്. 2. അസ്സിയാദ, അക്ഷരങ്ങളെ കൂടുതലാക്കൽ.
സാധാരണ എഴുത്തിൽ ആവശ്യമില്ലാത്ത അക്ഷരങ്ങളെ ചില പദങ്ങളിൽ എഴുതിയിട്ടുണ്ട്. 3. അൽ ബദൽ, ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ. 4. അൽ ഹംസ്, ഹംസിന്റെ വ്യത്യസ്തമായ എഴുത്തുരീതി. 5. അൽ വസൽ വൽ ഫസൽ, അൽ വസൽ പിരിച്ചെഴുതേണ്ട കലിമത്തിനെ ചേർത്തെഴുതൽ. അൽ ഫസൽ ചേർത്തെഴുതേണ്ടതിനെ രണ്ടായി പിരിച്ചെഴുതുക. 6. മാ ഫീ ഖിറാഅത്താനി ഫകുത്തിബ ബിഹിദൈഹിമാ, രണ്ട് വിധം ഖിറാഅത്തുള്ള പദങ്ങളെ ഒരു ഖിറാഅത്ത് പ്രകാരം എഴുതുക. അപ്പൊ ഇത്രയാണ് നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.